സോഷ്യൽ മീഡിയ പേജുകളിലും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലും ഇന്നലെ മുതൽ സജീവമായിട്ട് കേട്ടുവരുന്ന ഒരു വാർത്തയാണ് ജയസൂര്യക്കെതിരെ ഇ ഡി കേസെടുക്കുകയും 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു എന്നുള്ളത്. അതായത് സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പണം അടയ്ക്കുന്ന സമയത്ത് ആ ഒരു പണം ഇരട്ടിപ്പിച്ച് കിട്ടുന്ന ഒരു മെത്തേഡ്. അത്തരത്തിലുള്ള ഒരു ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ടായിരുന്ന ജയസൂര്യയുടെ ഈ പറയുന്ന 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. ഈ ഒരു ആപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കേസുകൾ വരികയും ഇതിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് വ്യക്തികൾക്ക് തങ്ങളുടെ പണം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന സേവ് ബോക്സ് എന്ന് പറയുന്ന ആപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊമോഷൻ വർക്കുകൾക്കും അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു ആപ്പിന്റെ ആഡുകളിലും അഭിനയിച്ചുകൊണ്ട് 1 കോടി രൂപയോളം ജയസൂര്യക്ക് തന്റെ സാലറി ആയിട്ട് ഈ ഒരു ആപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ ഭാഗത്ത് നിന്ന് ജയസൂര്യക്ക് കിട്ടിയ ഈ ഒരു 1 കോടി രൂപ എമൗണ്ട് ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരെ പറ്റിച്ചും അതുപോലെ തന്നെ പണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യക്തികളുടെ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയുമാണ് ഈ പറയുന്ന ജയസൂര്യക്കും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിനും പ്രൊമോഷൻ വർക്കുകൾക്കും ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കുന്നതിന് ഈ പറയുന്ന എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജയസൂര്യയും ഈ ഒരു ആപ്പിന്റെ തട്ടിപ്പുകളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇ.ഡി. ഇപ്പൊ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന് കേസ് എടുക്കുന്ന സമയത്ത് ജയസൂര്യക്കെതിരെയും കേസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് 1 കോടി രൂപ എമൗണ്ട് ജയസൂര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഈ പറയുന്ന കേസിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അറസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ അക്കൗണ്ടുകളിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലൊരു ഓൺലൈൻ ആപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പണം ഇരട്ടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കി വിടുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളത്. കാരണം ഈ പറയുന്ന ജയസൂര്യയൊക്കെ പോലെയുള്ള ഒരു മെയിൻ സ്ട്രീം ആക്ടർ അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒത്തിരി ജനങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് അത് കണ്ട് വിശ്വസിച്ച് ഒരുപാട് ജനങ്ങൾ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പാവപ്പെട്ടവരാണെങ്കിൽ കയ്യിലുള്ളത് എന്താണോ അത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ആപ്പിന്റെ ഭാഗമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാതെ ആക്ടേഴ്സ് കയറി ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്ത് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പണി കിട്ടുന്ന സമയത്ത് ഉള്ള പേര് മുഴുവൻ പോകും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്